എല്ലാവർക്കും നിവാസ് ലേഡീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ബാർബി കേക്കാണ്. ഈ ബാർബി കേക്ക് ഇനി ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് 4 മുട്ട എടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിലേക്ക് 1/2 കപ്പ് ഗ്രീൻ ആപ്പിൾ ക്രഷും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് മൈദ കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. തുടർന്ന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് ഒരു ഇഡ്ഡലി മാവിൻ്റെ തിക്നെസ്സിൽ വേണം ഈ മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഈ മിക്സ്ചർ എണ്ണ പുരട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 45 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. ഞാനിതുപോലെ 2 കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഓവനിലല്ല. ഒരു ചട്ടി, ദോശച്ചട്ടി ചൂടാക്കി വെക്കുക. അതിന് മീതെ മറ്റൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നത്. ഞാനിനി 2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്ത് അത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ആവാനായിട്ട് വെച്ചിരുന്നു. നല്ല സ്റ്റിഫായിട്ട് തന്നെ അതിനെ ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ടതിനെ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നമുക്കതിനെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ കേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആപ്പിൾ ക്രഷ് തേച്ച് കൊടുക്കുക, ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു കേക്കിൻ്റെ ട്രേയിലോട്ട് വെച്ച് കൊടുത്ത് വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ട്രേയിൽ കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടിയിട്ട് കേക്ക് വെച്ച് കൊടുത്താൽ കേക്ക് ഇളകി പോരില്ല. അതിലേക്ക് അതിൻ്റെ മീതെ നമ്മൾ പിന്നെ ആപ്പിൾ ക്രഷും ഷുഗർ സിറപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മീതെ വിപ്പിംഗ് ക്രീം വെക്കുന്നുണ്ട്. ഇതുപോലെ ലെയറായിട്ട് 2 കേക്കുകളിന് ഞാൻ കട്ട് ചെയ്ത് ഇതേപോലെ തന്നെ ഓരോ ലെയറും സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ബാർബി കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ സൈഡൊക്കെ ലെവലിൽ ചെത്തിയെടുത്ത് മുകൾ ഭാഗം ഒരു ഡ്രസ്സിൻ്റെ ഷേപ്പ് കിട്ടാനായിട്ട് ഒരു സെമി സർക്കിൾ ഷേപ്പിൽ മുകൾ ഭാഗമൊക്കെ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ബാർബിയുടെ ഡോള് വാങ്ങിക്കാൻ കിട്ടും. ആ താഴെ ഒരു സ്റ്റിക്കായിട്ടുള്ളത് അതിനെ കുത്തി നിർത്തിയിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് ഡ്രസ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കേക്കിന് ആവശ്യമുള്ള ഷേപ്പിൽ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്ത് പൊടിയൊക്കെ നമ്മൾ മാറ്റി പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചത് ചുറ്റോടും ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിലും ഈ വൈറ്റ് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളതിൻ്റെ ഡ്രസ്സിൻ്റെ ഡിസൈനുകൾ കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കോൺ ഷേപ്പ് കിട്ടും. അതിൻ്റെ ഉള്ളിലോട്ട്
ഷേപ്പുകൾ ഇട്ട് കൊടുക്കുക. ഏത് ഷേപ്പിലുള്ള ഡ്രസ്സാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെയുള്ള ഷേപ്പ് വെച്ചിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് നമുക്ക് അത് ടൈറ്റാക്കി ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഡോള് കേക്കൊക്കെ ഞാൻ എൻ്റെ ഒരു ഐഡിയ പ്രകാരം ഞാൻ ഡിസൈൻ ചെയ്ത് ഡ്രസ്സും അതുപോലെ ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പേരൊക്കെ എഴുതി ഇപ്പോൾ നമ്മുടെ മോളുടെ ഹോളി കമ്മ്യൂണിയന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കൊന്തയുടെ പടമൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ പ്രേമ വരച്ചിട്ടുണ്ട്. ഈ ഡോളിന് മാലയും വളയും അങ്ങനെയൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഐഡിയ പ്രകാരം നമ്മൾ ചെയ്യാം. ആപ്പിൾ ക്രഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട് ക്രഷൊക്കെ ചേർത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കേക്കിന് നല്ല ടേസ്റ്റാണ്. നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കേക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. മോളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആയതുകൊണ്ടാണ് ഞാൻ ഡോളിനും വൈറ്റ് ഡ്രസ്സ് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തത്. മോളുടെ പോലെ തന്നെ തലയിലൊരു നെറ്റും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്തത്, ഡിസൈൻ ചെയ്തെടുത്തത്, ഡെക്കറേഷൻസൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.